ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സദ്യക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൊരു മാങ്ങാച്ചാറില്ലേ, അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അതിനായിട്ട് 4 വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മാങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ മാങ്ങ ഒന്നും കൂടെ ചെറുതാക്കി അരിയാൻ പറ്റി അത്രയും നല്ലത്. എന്നിട്ട് ഞാൻ മാങ്ങയിലേക്ക് ഉപ്പിട്ട് അത് മിക്സ് ചെയ്ത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏതച്ചാർ ഇട്ടാലും നമ്മൾ നല്ലെണ്ണയ്ക്ക് അതിട്ടാൽ കുറച്ച് ദിവസം കേടാവാണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അരിഞ്ഞു വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ എരിവിന് ആവശ്യമായി പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. പിന്നെ അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായി കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 വലിയ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടിയുടെ പച്ച ചുവയൊക്കെ മാറുന്ന വരെ നല്ലപോലെ എണ്ണയ്ക്കകത്തിട്ട് ആ പൊടി ഒന്ന് വഴറ്റി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പൊടിയൊക്കെ ഒന്ന് ചൂടായി വന്ന് ഇനി അതിലേക്ക് ഞാൻ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് തിളപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ അതിലേക്ക് ഒരു ശകലം തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളേ. എന്നിട്ടെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഉപ്പിടാൻ മറക്കല്ല. ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. നമ്മൾ ഓൾറെഡി മാങ്ങ ഉപ്പ് ഇട്ട് വെച്ചുകൊണ്ട് വലിയ ഉപ്പിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ എൻ്റെ ഒരു രീതിയിലൊരു ഇഷ്ടം വെച്ചിട്ട് ഞാൻ ശകലം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്കൊരു ഇച്ചിരി മധുരം കിട്ടണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അവസാനം ഞാൻ കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സദ്യക്കൊക്കെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള അച്ചാർ, എളുപ്പത്തിൽ വെക്കാൻ പറ്റിയ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓണമൊക്കെയല്ലേ അച്ചാറിൽ അത് എന്തുവാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു.